വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രേമ രാം നിവാസ്. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭമെന്ന് കേട്ടിട്ടില്ലേ? ചെളി പറ്റിയാൽ സ്വർണവും പ്രഭയില്ലാത്തതാവും എന്നർത്ഥം. നമ്മുടെ സാഹചര്യവും ഇടപെടുന്ന വ്യക്തിത്വങ്ങളും സ്വഭാവത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താറുണ്ട്. രാമായണ കഥയുടെ ഗതി തന്നെ മാറ്റിമറിക്കാൻ മന്ധര എന്ന കജ്ജളത്തിന് നിഷ്പ്രയാസം കഴിഞ്ഞു. ശ്രീരാമ പട്ടാഭിഷേകത്തിന് ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്ന അവസരത്തിലാണല്ലോ മന്ധരയുടെ ഇടപെടലിലൂടെ നിസ്വാർത്ഥതയുടെയും വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായിരുന്ന കൈകേയിയുടെ മനസ്സ് വളരെ പെട്ടെന്ന് മാറിമറിഞ്ഞ് പട്ടാഭിഷേകം മുടങ്ങുകയും അയോധ്യയുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുകയും ദശരഥൻ്റെ അന്ത്യം തന്നെ സംഭവിക്കുകയും ചെയ്തത്. ഉന്നത കുലജാതനായിരുന്നുവെങ്കിലും പിന്നീട് എത്തിപ്പെട്ട ചുറ്റുപാടുകളുടെ സ്വാധീനമാണ് ആദികവിയായി മാറിയ രത്നാകരനെ പിടിച്ചുപറിക്കാരനാക്കിയത്. മഹാഭാരതത്തിലെ ശകുനിയുടെ സംസർഗമാണ് കൗരവരുടെ ദുഷ്ചെയ്തികളുടെ പ്രധാന ഹേതു. കഥയിലുടനീളം ദുര്യോധനനെയും അനുജന്മാരെയും സ്വാധീനിക്കാനും മഹാഭാരത യുദ്ധത്തിന് പ്രേരണയാകാനും ശകുനിക്ക് കഴിഞ്ഞു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ദുര്യോധനൻ്റെ മനസ്സിൽ പക വളർത്തുന്നതിൽ ശകുനിക്കുണ്ടായിരുന്ന പങ്ക് വളരെ വലുതാണ്. പാണ്ഡവ കൗരവന്മാരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഭീമനെ വധിക്കുക എന്ന ആശയം ദുര്യോധനൻ്റെ മനസ്സിൽ അങ്കുരിപ്പിച്ച് അത് നടപ്പിലാക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞതും ശകുനിയാണ്. കള്ളച്ചൂതും പാഞ്ചാലിയെ അപമാനിക്കാനുള്ള ശ്രമവും ശകുനി എന്ന കജ്ജളത്തിൻ്റെ സ്വാധീന ഫലമായിരുന്നു. കഥാസരിത്സാഗരത്തിലെ ചന്ദ്രസ്വാമി എന്ന കഥാപാത്രം പഠനത്തിലും മറ്റെല്ലാ കാര്യത്തിലും അതിസമർത്ഥനായിരുന്നു. എന്നാൽ ചൂതുകളിക്കടിമപ്പെട്ട് ജീവനൊഴികെ സർവവും നഷ്ടപ്പെട്ട ചന്ദ്രസ്വാമി ശിഷ്ടകാലം വനത്തിൽ തന്നെ കഴിച്ചുകൂട്ടാൻ നിർബന്ധിതനായി. ഇത്തരത്തിൽ ദുർജന സംസർഗത്തിലൂടെ സമ്പത്തും കീർത്തിയും അഭിമാനവും സമാധാനവും നഷ്ടപ്പെടുന്നവർ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിരവധിയാണ്. അറിവും പദവിയും എല്ലാം ഉണ്ടായാലും ദുർജനങ്ങളുടെ വലയിൽ കുടുങ്ങാൻ വലിയ പ്രയാസമൊന്നുമില്ല. അഴിമതി, കൈക്കൂലി, കള്ളക്കടത്ത്, ലഹരി തുടങ്ങിയ മന്ധരമാർ ഇരകളെ പാട്ടിലാക്കി പടുകുഴിയിൽ വീഴ്ത്തുന്നു. സമൂഹത്തിനു നിരക്കാത്ത ഈ അഴുക്കുകൾ പുരണ്ടു കഴിയുമ്പോൾ പലർക്കും ബോധോദയമുണ്ടാവുകയും പിന്നീട് മറ്റൊരു വഴിയും കാണാതെ ജീവത്യാഗം വരെ ചെയ്യുന്നതായും കാണുന്നു. മേൽ സൂചിപ്പിച്ച മന്ധരമാരുടെ പിടിയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ആരോഗ്യമുള്ള ദൃഢമായ മനസ്സ് അത്യാവശ്യമാണ്. നാം വളർന്ന ചുറ്റുപാടു തന്നെയാണ് ഈ ദൃഢമായ മനസ്സിനുള്ള അടിത്തറ. അതുകൊണ്ടു തന്നെ നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും രക്ഷിക്കാൻ, ചീത്ത കൂട്ടുകെട്ടിൽ അകപ്പെടാതിരിക്കാൻ, യുവാക്കൾക്കും കുട്ടികൾക്കും സന്മാർഗങ്ങൾ പകർന്നു കൊടുക്കാൻ കുടുംബങ്ങളും സ്കൂളുകളും ആരാധനാലയങ്ങളും വേദികളാക്കാം. അതിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള രത്നാകരന്മാരും ചന്ദ്രസ്വാമിമാരും സമൂഹത്തിലുണ്ടാവാതിരിക്കാൻ കൂട്ടായ പരിശ്രമം അനിവാര്യമാണ്. എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശമെന്ന് തലയുയർത്തി പറയാൻ മുതിർന്ന പൗരന്മാർക്ക് കഴിയുമാറാകട്ടെ. സാമൂഹിക വിപത്തുക്കളാകുന്ന കജ്ജളം ആരിലും പുരളാതിരിക്കട്ടെ. ഏവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാവാൻ നമുക്കാഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രേമ രാം നിവാസ്.